നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7:00ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് ഒറ്റ നോട്ടത്തിൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിലോ യൂറോപ്യൻ മാർക്കറ്റിലോ ഇടിവുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നമ്മുടെ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റായിട്ടാണ്. വലിയൊരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണുകളൊന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആദ്യമേ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ആഴ്ചയിലെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. അപ്പോൾ സെൻസെക്സിൻ്റെ എക്സ്പയറിനെ കുറിച്ച് ഈ വീഡിയോയുടെ അവസാനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അറിയാത്ത ആളുകൾക്ക് അത് ഉപകാരപ്പെടും. മാർക്കറ്റ് ന്യൂസിലേക്ക് വരാം. ആദ്യമായിട്ട് FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള അവരുടെ ആക്ടിവിറ്റീസാണ്. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ ഇന്നലെ 4 ജാനുവരിയിൽ 66% തന്നെ അവർ അവരുടെ ലോങ് പൊസിഷൻ നിലനിർത്തിയിട്ടുണ്ട്. ഷോർട്ട് പൊസിഷൻ 34. കാതലായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ അവർ വരുത്തിയിട്ടില്ലെന്ന് കാണാൻ സാധിക്കും. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $2045 പെർ ഔൺസ്. കൂടാതെ തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ്, ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളിലൊന്നും തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഡാക്സ്, CSE 40, FTSE ഇന്നലെ ക്ലോസ് ആയ യൂറോപ്യൻ മാർക്കറ്റാണ് പോസിറ്റീവിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചു. MOX റഷ്യൻ മാർക്കറ്റ് ട്രേഡിംഗ് പോസിറ്റീവിൽ അവസാനിപ്പിച്ചു. ബിറ്റ്കോയിൻ ഇന്നലെ ഒരു $2300 ഇടിവിന് ശേഷം ഇപ്പോൾ $1377 ഒരു ഗെയിനോട് കൂടിയിട്ട് ബിറ്റ്കോയിൻ 44,259 സ്പോട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്നലെ നമ്മളുടെ ഇന്ത്യ വിക്സ് 5.5% ഇടിഞ്ഞ് 13.3 എന്ന നിലയിലാണ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും പോസിറ്റീവാണ്. ഡോ ജോൺസ് ഫ്ലാറ്റ് ആയിരുന്നു. നാസ്ഡാക്ക് ഒരു സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ട്. US വിക്സ് ഇന്നലെ 28% സ്പൈക്ക് ചെയ്ത് 14.7 എന്ന നിലയിലാണ് നിൽപ്പ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ വിപ്രോയും ഡോക്ടർ റെഡ്ഡിയും ചെറുതായ രീതിയിൽ ഫോൾ ആയത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ള സ്റ്റോക്കുകളിൽ പ്രശ്നങ്ങളൊന്നുമില്ല. GDRൽ റിലയൻസ് ഏകദേശം ഒരു 1% മുകളിൽ റാലിയും ചെയ്തിട്ടുണ്ട്. ഡിസ്നിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ബിസിനസ് ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റിലയൻസിന്. US ടെക്നോളജി കമ്പനീസിൽ ഇന്നലെ നമ്മൾ കണ്ടു നാസ്ഡാക്ക് ഇടിഞ്ഞിരുന്നു ചെറുതായി. അതുകൊണ്ട് പ്രധാനമായിട്ടും ആപ്പിൾ സ്റ്റോക്കുകളിൽ ഇടിവ് തുടരുന്നുണ്ട്. ആപ്പിളിനെ ഡൗൺഗ്രേഡ് ചെയ്തു. ആമസോണും ഇന്നലെ 2% മുകളിൽ ഇടിഞ്ഞു. നെറ്റ്ഫ്ലിക്സും ഫേസ്ബുക്കും മാത്രമാണ് ഇന്നലെ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഗ്ലോബൽ ഈവൻറ്റുകളിൽ ഇന്ന് പ്രധാനമായിട്ടും USൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വരുന്നുണ്ട്. അത് നോൺ ഫാം പേറോൾ ഡേറ്റയാണ്. കൂടാതെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും വരുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്നടങ്കം വളരെയധികം ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ഒന്നാണ് ഈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് USൽ. അതനുസരിച്ചായിരിക്കും അവിടുത്തെ പലിശ നിരക്കുകൾ വർധനവുണ്ടാകുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഓവർനൈറ്റ് പൊസിഷൻ സൂക്ഷിക്കുക. യൂറോസോൺ സൈഡിൽ നിന്ന് CPI ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. നിഫ്റ്റി കാണാം. യെസ്റ്റർഡേ ക്ലോസ് വൈ ക്ലോസ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്പോട്ട് നിൽക്കുന്നത് ഇന്നലത്തെ ക്ലോസിന് അതേ റേഞ്ചിൽ തന്നെയാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ ഈവൻറ്റ്. നമുക്കിനി നമ്മളുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ നോക്കാം. FIS ക്യാഷ് മാർക്കറ്റിൽ 1513 കോടി രൂപക്ക് ഇന്നലെ ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളത്. ആരാ സെല്ല് നടത്തിയത്? DIS ആണ്. 1387 കോടി രൂപക്ക് അവർ സെല്ലാണ് നടത്തിയത്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഗ്രാസിമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്. ഗ്രാസിം 4000 കോടി രൂപ ക്യാപിറ്റൽ സമാഹരിക്കുകയാണ് റൈറ്റ് ഇഷ്യൂയിലൂടെ. ശോഭ ഡെവലപ്പേഴ്സ് കേരളത്തിലൊക്കെ ബിസിനസ് ഉള്ളതാണ്. ശോഭ ഡെവലപ്പേഴ്സിന് ദുബായിലും ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. അവരുടെ സെയിൽസ് കഴിഞ്ഞ വർഷം 1424 കോടിയിൽ നിന്ന് ഈ വർഷം 1951 കോടിയിലേക്ക് സെയിൽസ് ഉയർന്നിട്ടുണ്ട്. RBL ബാങ്ക് ഇവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് 13% വർധനവ് രേഖപ്പെടുത്തി. L&T ഫിനാൻസ് ഹോൾഡിംഗ് കമ്പനി ഈ വർഷം ഇവരുടെ ലോൺ ഡിസ്ട്രിബ്യൂഷൻ 25% ഉയർന്ന് 14,500 കോടി രൂപ ലോൺ ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് 9% ഇവരുടെ ടോട്ടൽ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് ഉയർന്നു. ഉത്തരാഖ് സ്മോൾ ഫിനാൻസ് ബാങ്ക് 17% ഇവരുടെ ഡെപ്പോസിറ്റ്
ഈ ഒരു കാലയളവിൽ ഉയർന്നു. ജൂപ്പിറ്റർ വാഗൺ കമ്പനി 473 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. ലുപ്പിൻ ഫാർമ കമ്പനിയാണ് പുതിയൊരു മെഡിസിൻ്റെ അപ്രൂവൽ കമ്പനിക്ക് കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. ശക്തി പമ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അവരുടെ 9ാമത്തെ പേറ്റൻറ്റ് അവർക്ക് കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. സുവാരി ഇൻഡസ്ട്രീസ് ഇവർ ഇൻവിയോൺ ബയോ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് പുതിയ ഇവരുടെ ബിസിനസ് കോൺട്രാക്റ്റുകൾ കമ്പനി സൈൻ ചെയ്തു. പേടിഎം അയോധ്യ നഗർ നിഗം എന്ന് പറയുന്ന കമ്പനിയായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ബജാജ് ഓട്ടോ 2024 അവരുടെ പുതിയ ഇലക്ട്രോണിക് ചേതക് കമ്പനി അവർ ലോഞ്ച് ചെയ്തതായിട്ട് കമ്പനി അറിയിച്ചു. ഇത് നമുക്ക് ഇന്ന് എക്സ്പയറി ഉള്ള സെൻസെക്സിനെ കുറച്ച് മനസ്സിലാക്കാം. ആദ്യമായിട്ട് സെൻസെക്സ് എന്ന് പറയുന്നത് കുറച്ച് വോളറ്റിലിറ്റി കുറവാണ്. ലോട്ട് സൈസ് 10 അപ്പോൾ വോളറ്റിലിറ്റി കുറവാണ്. നമുക്ക് മാർക്കറ്റ് ഓർഡർ ചിലപ്പോൾ പറ്റിയിക്കില്ല. ലിമിറ്റ് ഓർഡറിൽ മാത്രമാണ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ സ്ട്രൈക്കുകളും ഹെഡ്ജ് ചെയ്യാനായിട്ട് കിട്ടാനായിട്ട് ഏറ്റവും ബെറ്റർ അപ്സ്റ്റോക്കാണ്. അപ്സ്റ്റോക്ക് എന്ന ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അത് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് എല്ലാ ഫാർ OTMെല്ലാം തന്നെ ബൈ ചെയ്യാനായിട്ട് അനുവദിക്കും. ഞാൻ പേഴ്സണലി സെൻസെക്സിലൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് അപ്സ്റ്റോക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. സെൻസെക്സിലേക്ക് വരുമ്പോൾ BSE ആണ്. BSEയുടെ 30 കമ്പനികളുടെ ഇൻഡെക്സാണ് സെൻസെക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് NSE ഓപ്ഷൻ ചെയിൻ അല്ല, BSE ഓപ്ഷൻ ചെയിൻ നോക്കേണ്ടതായിട്ടുണ്ട്. BSE ഓപ്ഷൻ ചെയിൻ അവൈലബിൾ ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അവിടെ BXEയും ബാങ്കെക്സും ഉണ്ട്. ബാങ്കെക്സ് തിങ്കളാഴ്ചയാണ് എക്സ്പയറി. സെൻസെക്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ ഇതിൻ്റെ ഡേറ്റാസ് എല്ലാം തന്നെ വരുന്നത് ചെറിയ ഡിലേ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്സ്റ്റോക്കിൽ തന്നെ അത് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ BSE ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. കൂടാതെ തന്നെ ഇത് സെൻസെക്സിൻ്റെ സ്പോട്ട് 71,900 എന്ന നിലയിലാണുള്ളത്. നിഫ്റ്റിയുടെ സ്പോട്ട് നമുക്കറിയാം 21,700 സംതിങ്. അപ്പോൾ അതായത് ഇന്നലെ നിഫ്റ്റി ഒരു മൂവ് ചെയ്തതിൻ്റെ ഏകദേശം ഒരു 3.5 മടങ്ങ് അധികം സെൻസെക്സ് മൂവ് ചെയ്യും. ഒട്ടുമിക്ക ദിവസങ്ങളും അതാണ്. കാരണം സെൻസെക്സ് 72, നിഫ്റ്റി ഏകദേശം 21,700. അപ്പോൾ നിഫ്റ്റിയുടെ വാല്യൂവിനേക്കാൾ ഏകദേശം ഒരു 3.5 മടങ്ങ് കൂടുതലാണ് സെൻസെക്സ്. സ്വാഭാവികമായിട്ട് നിഫ്റ്റി 100 പോയിൻറ്റ് മൂവ് ചെയ്യുമ്പോൾ സെൻസെക്സ് ഒരു 100 പോയിൻറ്റ് നിഫ്റ്റി മൂവ് ചെയ്യുകയാണെങ്കിൽ സെൻസെക്സ് ഒരു 400 പോയിൻറ്റ് മൂവ് ചെയ്യും. അപ്പോൾ റേഞ്ചുകളെല്ലാം തന്നെ അതിനനുസരിച്ച് ഞാനിത് പറയുന്നത് കോൺക്രീറ്റ് ആയിട്ട് അങ്ങനെയല്ല, ഏകദേശം അങ്ങനെയാണ് മൂവ് ചെയ്യാറ്. അപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം അപ്രോച്ച് ചെയ്യുക. താങ്ക് യു ബൈ ഓൾ.